അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തവരുടെ ഇടപെടലാണ് പറ്റിയത്. കാരണം ട്രഷറർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നാണ് പറ്റിയത്. ട്രഷററിൻ്റെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ ആയിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് തുടങ്ങുമ്പോൾ ബാബുചേട്ടനെ പോലത്തുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഉപദേശം തേടുകയും അവരുടെ ഒരു ട്രെയിനിങ്ങിലൂടെ കുറച്ച് ഒരു 6 മാസം, ഇപ്പോൾ 6-7 മാസമായിട്ടുള്ള സംഘടന ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ തുടങ്ങിയ ബേബി സ്റ്റെപ്സിൽ പറ്റിയ അബദ്ധങ്ങളാണ്. അത് തിരുത്തിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഒരു ചെടിയിൽ ഒരു കേട് വരുമ്പോൾ അത് ചെടി പറിച്ച് കളയാമെന്നുള്ളതല്ല, ആ കേട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി നിലനിൽക്കും എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഓഫീസിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അധ്വാനിച്ചിട്ടുള്ള കഠിനാധ്വാനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ബാബുചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞാൻ കണ്ടുപഠിച്ചിട്ടുള്ളതാണ്. ഈ ഒറ്റൊരാൾ നിന്നിട്ടാണ് അവിടുത്തെ ഈ 500 പേരെ നിയന്ത്രിച്ചിരുന്നത്. 3 സൂപ്പർ സ്റ്റാറുകളടക്കം അവരെ കൊണ്ടുവന്നത് കോർഡിനേറ്റ്. പക്ഷേ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലായത് ഇദ്ദേഹം മാറിക്കഴിഞ്ഞ് ഞങ്ങളൊരു പരിപാടി നടത്തിയപ്പോഴാണ് ചക്രശ്വാസം വലിച്ചത്. കാരണം ഇന്ന സമയത്ത് മമ്മൂക്ക വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ലാലേട്ടനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഒരുപാട് പേര് വളരെ സെൻസിറ്റീവായിട്ടുള്ളവരാണ്. അവരൊരുമിച്ച് കൊണ്ടുവന്ന് ഒരു സിനിമ ചെയ്യാൻ പറ്റുക, അതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തിനപ്പുറത്ത് ഇനി അതൊരു ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇത് കൊണ്ടു നടക്കാൻ. അത് എനിക്ക് തോന്നുന്നു ഏത് സംഘടനാ പാഠവും കേരളത്തിലുള്ള ഏത് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇത് കൊണ്ടു നടക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വേറെയാണ്. അപ്പോൾ അതിനൊരു കോഴ്സ് തന്നെ അത് സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് ബാബുചേട്ടനോട് പറയാമെന്നുള്ളത്. കാരണം പിന്നാലെ വരുന്നവർക്ക് ഇത് കൊണ്ടു നടക്കണമെങ്കിൽ പല സ്വഭാവമുള്ള പല സ്ഥലത്തുനിന്ന് വരുന്ന പല താരങ്ങളുടെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി തുടർന്നുള്ള 2 വർഷങ്ങളിൽ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതിന് നമ്മൾ സീനിയേഴ്സിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ആ ആ ആ അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഉള്ളൊരു വേറെ കാര്യങ്ങൾ നമ്മളൊന്നും അറിയിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, അവിടെ രേഖപ്പെടുത്തിയിട്ടുമില്ല. അൻസിബ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള തിരക്കുകൾ കൊണ്ട് പിന്മാറുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് കയറി ഇടപെടാനും പറ്റില്ല, ഒന്നും പറയാനും സാധിക്കില്ല. അല്ല, പരാതിക്കാരുടെ എല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അതിലുണ്ടായിട്ടുള്ളതിന് കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായത് കൊണ്ടും ഭൂരിപക്ഷം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അത് റിവോക്ക് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ അവരനുകൂലമായിട്ടുള്ള നിലപാടെടുത്തത്. പരാതിക്കാരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ അത് ഇനിയിപ്പോൾ പോലീസിൻ്റെ പരിധിയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനും പറ്റില്ല. അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടാവുമെന്ന് നോക്കട്ടെ. നമ്മളവിടെ ഒരു സ്ഥിരമായിട്ട് സാന്നിധ്യമുള്ള ഒരാളല്ല ഞാൻ ആ ഓഫീസിൽ. 2 മാസത്തിന് ശേഷമാണ് ഞാൻ കൈലാഷൊക്കെ ഈ പ്രശ്നത്തിൻ്റെ EC മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെല്ലുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഡെയിലി നമ്മൾ ഓഫീസിൽ പോയിട്ട് എന്തൊക്കെ സംഭവിച്ചതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, സെക്യൂരിറ്റി എടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരാതിക്കാരുടെ പരാതികൾ പൂർണ്ണമായിട്ടും നമ്മൾ എടുത്തിട്ടില്ല. അതിൻ്റെ അകത്തുള്ള ചില പരാതികൾ തെളിവ് സഹിതം വന്നപ്പോഴാണ് അത് നമ്മൾ ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും അത് ആ ഒരു എടുത്ത തീരുമാനം റിവോക്കുകയും ചെയ്തത്. കാരണം അവിടെ സ്ഥാപനത്തിലൊരു സ്റ്റാഫിനെ വെക്കുമ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒന്നടങ്കം തീരുമാനിച്ചിട്ട് വെക്കുന്നത് പിരിച്ചുവിട്ടപ്പോൾ ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കിയിരുന്നു. ഞാൻ വിദേശ രാജ്യത്തായിരുന്നു. അവിടെ ഇങ്ങനെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഇതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് തികച്ചും ഇല്ലീഗലായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് നടന്നതെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മീറ്റിംഗ് കൂടിയിട്ട് എല്ലാവരും ചേർന്ന് ഒന്നടങ്കം തന്നെ ഒരാൾ മാത്രമാണ് ഈ അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബുചേട്ടനൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കിയ ഒരു ബൈലും ഉണ്ട്. അതായത് അതിൽ അധികാരം പൂർണ്ണമായും ഏൽപ്പിക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ്. കാരണം ഈ ഇടവേള ബാബു എന്ന് പറയുന്ന ആളായിരുന്നു കംപ്ലീറ്റ് അവിടെ കൺട്രോൾ ചെയ്തിരുന്നത്. പ്രസിഡന്റായിട്ടുള്ള ലാലേട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ അതിൽ ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് ആ അധികാരം വികേന്ദ്രീകരണം മുഴുവൻ നൽകിയിരുന്നത് ഇടവേള ബാബുവിനായിരുന്നു. അത് തുടർന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ബാബുചേട്ടൻ ഓരോ മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഹോട്ടലുകളിൽ ചേരുമ്പോഴും ഒരു ബൾബ് മാറ്റിയാൽ കഴിഞ്ഞ മാസം ഇന്നത് മാറ്റി, ഇന്നതുപോലെ നടന്നു എന്നുള്ളൊരു രേഖപ്പെടുത്തലുണ്ടായിരുന്നു. പക്ഷെ അതില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പലതും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വിധേയമായി പോയപ്പോഴാണ് പലരും പ്രതികരിക്കാൻ തുടങ്ങിയതിൽ. ഞാൻ മാത്രമല്ല, ഞാനിപ്പോൾ ഒരിക്കലും ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ബൈറ്റ് തരികയോ അത് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സ്പോക്സ് പേഴ്സൺ ഇല്ല ഇപ്പോൾ അവിടെ. സത്യം പറഞ്ഞാൽ അത് ആരാണ് തീരുമാനം എടുക്കുന്നതെന്ന് അറിയില്ല. അവിടെ ചില തീരുമാനങ്ങൾ ഇപ്പം ഞാൻ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സെക്ഷനിൽ ഹെഡായിട്ട് ഇരുന്നു. ആ ഹൗസ് കീപ്പിംഗ് സെക്ഷനെ പിരിച്ചുവിട്ട് കളഞ്ഞു. അവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഈ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങിയപ്പോൾ പുറകിലുള്ള വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിപ്രിയ ആയിരുന്നു അതിൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പോയി സംസാരിക്കുകയും
ആ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു, മാറ്റുകയും ചെയ്തു. കാരണം അവിടെ ഫ്രണ്ടിൽ വെള്ളം വീഴുന്നു എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് അവിടുത്തെ അന്നുണ്ടായിരുന്ന സെക്യൂരിറ്റിയെ പറഞ്ഞു വിടുകയുണ്ടായി. നമ്മളെല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിടുക. അതിനുശേഷം ഇവർ തന്നെ നിയമിച്ചതാണ്, നമ്മൾ നിയമിച്ചതല്ല. സെക്രട്ടറിയും ട്രഷററിൻ്റെ അടക്കം ഇൻ്റർവ്യൂ ചെയ്തെടുത്ത സ്റ്റാഫിനാണ് വെച്ചിരുന്നത്, നമ്മളുടെ പേഴ്സണൽ ഇഷ്ടത്തിനല്ല. പക്ഷേ ആ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിയിച്ചിരുന്നു, ഓക്കെ അത് തുടർന്ന് പോകട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ പിരിച്ചുവിട്ടതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയാതെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഡിജിറ്റൽ തെളിവടക്കം. അപ്പോൾ പ്രസിഡന്റിന് അധികാരപരിധിയില്ല, വെറും സ്റ്റാമ്പ് മാത്രമാണെന്നുള്ളത് പ്രസിഡന്റ് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അടുത്ത ജനറൽ ബോഡിയിൽ ബൈലോയിൽ ഇതിലെ ബൈലോ തിരുത്തപ്പെടണം, ഇതിലുള്ള ഒഫീഷ്യൽ അതായത് വൈസ് പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറിക്കോ അവിടെ ഒരു അധികാരവുമില്ല, സാധാരണ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറിൻ്റെ അധികാരം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ബൈലോ വായിച്ചു കഴിഞ്ഞ് ക്ലിയർ ചെയ്തപ്പോഴാണ്. അപ്പോൾ അത് മാറ്റും, തിരുത്തപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെപ്പോഴും ബൈലോയിൽ പറയുന്നുണ്ട്, എല്ലാവരും കൂടിയാലോചിച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഒരു കേസ് വരികയാണെങ്കിൽ അത് പ്രതികരിക്കേണ്ട ജനറൽ സെക്രട്ടറി ആണെന്നുണ്ട്. അത് അധികാരം അതായത് 2 സൈൻ മതി അല്ലേ, 2 സൈൻ ഉണ്ടെങ്കിൽ അതപ്പോൾ ജനറൽ സെക്രട്ടറിയും ട്രഷറും ചേർന്ന് സൈൻ ചെയ്ത് പോകുന്ന ചെക്കുകൾ കൃത്യമായിട്ട് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഹെഡായിട്ട് ഉണ്ടായിരുന്ന കൈലാഷ് പലതവണ റിപ്പീറ്റായിട്ട് അക്കൗണ്ട്സ് ചോദിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വരവ് ചെലവ് കണക്കുകൾ പലതവണയായിട്ട് അവിടെ വരാത്തത് കൊണ്ട് അതിൻ്റെ അസ്വാരസം ഉണ്ടായിരുന്നു. ഡോക്ടർ റോണി എന്ന് പറയുന്ന ആൾ ഇൻഷുറൻസ് നോക്കുന്നത്, അദ്ദേഹം പേഴ്സണലായിട്ട് ഇവരെല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ട് അവർ ശബ്ദിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. ഞാനാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ, 10 വർഷത്തിലുള്ള ഏറെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് തന്നെ കണ്ടിരുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ സീനിയേഴ്സ് അത് ഏറ്റെടുത്ത്, അതായത് ബാബുചേട്ടൻ ഉൾപ്പെടെ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ടാണ് ഞാൻ അവിടെ തെരഞ്ഞെടുപ്പിൽ ഈ തവണ മത്സരിക്കുന്നത്. ഇത് അന്യാധീനപ്പെട്ടു പോകരുത്, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞാണ് ഞാനവിടെ ഒരു പ്രവർത്തകൻ, അതായത് ഒരു വർക്കറിനെ പോലെയാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെയുള്ള പല കാര്യങ്ങളും ആദ്യം എല്ലാം നമ്മൾ ഉൾപ്പെട്ട് നമ്മളവിടെ ഇടപെട്ടിരുന്നു. പക്ഷേ പിന്നീട് ഈ അറിയിപ്പുകളും കാര്യങ്ങളും ഇല്ലാത്ത അവസ്ഥകൾ വന്നപ്പോൾ അവിടെ അധികാരമായ ദുർവിനിയോഗം നടന്നു എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ട്രഷറർ ലീവിൽ പോകണമെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇന്നലെ സുരേഷ് ഗോപി ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു, ഒരുപാട് സംസാരിച്ചിട്ട്. ഇനി ഇന്നർ പൊളിറ്റിക്സിൽ എനിക്ക് താല്പര്യമില്ല, പക്ഷെ അവിടെ നിരാലംബരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ടീം നമ്മൾ നിലനിൽക്കേണ്ടത്. അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഇതുള്ളതുകൊണ്ട് നമുക്കിത് ഇട്ടിട്ട് പോകാൻ സാധിക്കില്ല. നമ്മളിതിനെ തിരുത്തിയിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. സുരേഷ് ഗോപി ചേട്ടനായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു, 2-3 ദിവസം കഴിയുമ്പോൾ തൃശ്ശൂർ നേരിട്ട് കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ പോലുള്ളവരോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇടവേള ബാബു ചേട്ടനായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്, എൻ്റെ സീനിയേഴ്സായിട്ട്. ലാലേട്ടന് ഞാൻ മെസ്സേജുകൾ വിടാറുണ്ട്, മമ്മൂക്കും വിടാറുണ്ട്. അപ്പോൾ ഇത് നിലനിൽക്കേണ്ടത് എൻ്റെയോ കൈലാഷിൻ്റെയോ ഇടവേള ബാബുവിൻ്റെ അല്ല, ഒരുപാട് നിരാലംബരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ കൈ പിടിക്കുമ്പോൾ നമുക്ക് അവരൊരു സംരക്ഷണം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്.